ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ആവശ്യം ഒരു കൊച്ചു ട്രാവലിംഗ് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ കെട്ടിയൊരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ ഞങ്ങളൊരു 5-6 ദിവസത്തെ ഒരു ട്രിപ്പിനാണ് കേട്ടോ പോയത്. അതായത് ഈദൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ട്രിപ്പ് പോവാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ ഒരു തീർത്ഥാടന യാത്രയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ മെയിൻ ഞങ്ങളുടെ ലക്ഷ്യം അതായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് പള്ളികളും ദർഗയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത് കുറച്ച് പോപ്പുലറായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. സോ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയത് തമിഴ്നാട്ടിൽ ധനുഷ്കുടി, രാമേശ്വരം എന്നീ സ്ഥലങ്ങളിലായിരുന്നു. രാമേശ്വരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഞങ്ങളുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെ APJ അബ്ദുൽ കലാം സാറിൻ്റെ ജന്മനാടാണ് രാമേശ്വരം. സോ അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സമാധിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഒക്കെയുള്ള ഒരു മന്ദിരം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കതും കാണാൻ വേണ്ടി പറ്റും. സോ ഞങ്ങളിപ്പം പോകുന്നത് ധനുഷ്കുടിയിലേക്കാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഈ കാണുന്നത് പോലുള്ള കാറ്റാടികളും ഒരുപാട് പനമരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ പോകുന്ന വഴിക്ക് കണ്ടതും ഈ 2 സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ കാറ്റാടികൾ കണ്ടിട്ടുണ്ട്. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഒന്നല്ല, ഞങ്ങൾ പോയ വഴികളിലൊക്കെയും ഈ ഒരു സാധനം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അവർ ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് ആകർഷിക്കുന്നത് ഈ കാറ്റാടികളെയാണെന്നും കേട്ടിട്ടുണ്ട്. സോ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന പനമരങ്ങളൊക്കെ ഇല്ലേ, ഓക്കെ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള കായും അതിൻ്റെതാണ് കേട്ടോ. അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഞങ്ങൾക്ക് പഴങ്ങൾ കിട്ടില്ലേ, അപ്പോൾ ഈ പനമരത്തിൻ്റെ കായകളും പിന്നെ ഞാവൽപ്പഴം ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ കേരളത്തിലൊക്കെ കിട്ടും, പൊതുവായിട്ട് കിട്ടുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഏകദേശം അതിന് നല്ല വിലയായി കാണുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അതിൻ്റെ മരങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. സോ അതിന് നല്ല ഡിമാൻഡാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന വഴിക്ക് കണ്ടതും കഴിച്ചതായ പഴങ്ങളാണ്. ഒന്ന് പനമരത്തിൻ്റെ പഴവും, രണ്ടാമത്തേത് ഞാവൽപ്പഴവും, പിന്നെ ഒരു ഈന്തപ്പഴം പോലുള്ളൊരു സാധനം. പക്ഷേ നമ്മുടെ പുറമേ ഉള്ള, അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു തരം ആ പഴുത്ത ഈന്തപ്പഴം അല്ല കേട്ടോ. ഈന്തപ്പഴം എന്നാണോ ഞാൻ പറഞ്ഞത്? സോറി കേട്ടോ, ഈന്തപ്പഴം അല്ല, ഈത്തപ്പഴം. ആ ഒരു ടൈപ്പ് ഓഫ് ഈത്തപ്പഴം അല്ല ഇതെന്ന് പറയുന്നത് ആ ഒരു പച്ച ഈത്തപ്പഴം, അത്തരത്തിലുള്ളൊരു ഈത്തപ്പഴമാണ്. സോ പിന്നീട് ഞങ്ങൾ ധനുഷ്കുടിയിലേക്കുള്ള വഴിയിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ഏരിയ ഇതാണ് കേട്ടോ. അതായത് പാമ്പൻ പാലം. ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു പാലമായിരിക്കും. കാരണം കടലിൻ്റെ നടുവിലെ ഒരു പാലവും അതിലെ ട്രെയിനിനല്ലേ ഇപ്പോൾ അത് തന്നെ തോന്നുന്നു ട്രെയിൻ പോകുന്നതും അത് ഓപ്പണായി അതിലെ ഷിപ്പ് എന്നൊക്കെയുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറാക്കിൾ അല്ലേ. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണിത്. പാമ്പൻ പാലം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ കടലിൻ്റെ കളറാണ് കേട്ടോ. നമ്മളൊക്കെ എൻ്റെ നാട്ടിൽ കടൽ തീരങ്ങൾ കുറേ ഉണ്ട്. ഞങ്ങളെ വീട് സിയാർത്തിങ്കര ഒരു കടലിൻ്റെ സൈഡിലാണ്. മാത്രമല്ല, ഞങ്ങളിവിടെ കുറേ നമ്മൾ വീക്കെൻഡിലൊക്കെ പോകുന്ന കടലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എന്തോ ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഒരു നീലയും പച്ചയും കലർന്നൊരു കളർ ഓഫ് വെള്ളമാണ്. അത് നിങ്ങൾക്ക് കുറച്ച് വീഡിയോയുടെ അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കളർ പാറ്റേൺ എങ്ങനെയുള്ളതാണെന്ന്. സോ ഞങ്ങൾ പാമ്പൻ പാലൊക്കെ കഴിഞ്ഞ് ആവശ്യം തിന്നതിപ്പം മാങ്ങയാണ് കേട്ടോ. മാങ്ങ നല്ല രീതിയിൽ ഉപ്പിലൊക്കെ ഇട്ടാൽ നല്ല മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളങ്ങനെ ധനുഷ്കുടിയിലേക്ക് പോവാണ്. ധനുഷ്കുടിയിലേക്ക് പോകുമ്പോൾ ആ കിലോമീറ്റർ എഴുതിയതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നത്. കുറച്ച് അത്യാവശ്യം നല്ലൊരു ദൂരം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഒരു 150 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കുള്ള വഴികളൊക്കെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. കാരണം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു വഴിയായിരുന്നു അതൊക്കെ. സോ ഞങ്ങളങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അതിൻ്റെ ഐശ്വര്യ ഒരുപാട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഡാൻസൊക്കെ ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലിപ്പായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സോ അതൊക്കെ ഇതിൽ ആഡ് ചെയ്താൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകുമെന്നൊക്കെ തോന്നി. സോ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം.
എന്താ മാക്സിമം ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. മിനിമമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരാം എന്നുള്ളതിലാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് ഈ ഒരു എന്താ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ ആ ഒരു എൻഡ് പോയിൻ്റ് അല്ലേ, നമ്മുടെ ആ ഒരു സ്ഥലം, അതായത് ആ ഒരു പ്രോപ്പർ പ്ലേസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഇമാജിനേഷൻ കൊണ്ടായിരിക്കും നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനുള്ളത് ആ ഒരു വഴി തന്നെയാണ് കേട്ടോ. അതായത് അതിലേക്ക് പോകുമ്പം നമുക്ക് എന്താ നമ്മുടെ ചുറ്റും നമ്മൾ ഇനിയും കാണാൻ ബാക്കിയുള്ള ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഈ വഴികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പ്രകൃതി അല്ലേ, നേച്ചർ, അത് നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലാവും. വളരെ പച്ച വിരിച്ചിട്ടുള്ള, അതായത് നമ്മൾ പോകുന്ന സമയവും അങ്ങനെയാണ്, നല്ലൊരു മഴക്കാലം അല്ലെങ്കിൽ നല്ലൊരു എന്താ തമിഴ്നാട്ടിൽ, പക്ഷെ നമ്മൾ കേരളത്തിൻ്റെ അത്ര മഴയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പോകുമ്പം കുറച്ച് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, പക്ഷെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. സോ പിന്നെയും ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് വീഡിയോ നീട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. നിങ്ങൾ ഈ കാണുന്ന വഴികളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാരണം നമ്മൾ കൂടുതലും ഇപ്പം കാണുന്നത് എന്താ, ബിൽഡിങ്ങും ഒരുപാട് കടകളും കെട്ടിടങ്ങളും പെട്രോൾ പമ്പും മറ്റേതും മറിച്ചേതെന്നും പറഞ്ഞ് നമുക്ക് പല ജാതി ബിൽഡിങ്സും പല ജാതി കെട്ടിടങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഒരു രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താ, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉപ്പുകളിങ്ങനെ കൂട്ടിയിട്ടിട്ട് കാണാം. അതായത് അവിടെ കടലായതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ആയിരിക്കാം. ഉപ്പുകളിങ്ങനെ ഒരുപാടിങ്ങനെ കൂട്ടിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ വളരെ ഇങ്ങനെ ആസ്വദിച്ചുള്ളൊരു യാത്രയിലായിരുന്നു. സോ ഞങ്ങളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു സ്ഥലം കാണണം എന്നുള്ളതായിരുന്നു. കാരണം ധനുഷ്കുടി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ പണ്ട് സുനാമി വന്ന് നശിച്ചൊരു വില്ലേജായിരുന്നു അത് എന്നാണ് കേട്ടോ. ഒരു കൊച്ചു സ്ഥലമാണ്. അന്നത്തെ സുനാമിയിൽ അവിടെയൊക്കെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ചതും അവിടെ ഇപ്പോഴും അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനധികം വണ്ടിയിൽ നിന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ഒരുപാട് എന്താ സ്ഥലങ്ങൾ എനിക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളീ പോകുന്ന വഴിക്ക് അന്നത്തെ ആ ഒരു സുനാമി വന്ന് നശിച്ച ഒരുപാട് കെട്ടിടങ്ങളും പിന്നെ ഷിപ്പിൻ്റെതൊക്കെ അവശിഷ്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ അവിടെ 6 മണി വരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു എൻട്രി. അതിനുശേഷം അവിടെയുള്ള ആൾക്കാർ, ഇപ്പോൾ അവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ പറഞ്ഞു വിടുന്നൊക്കെയാണ് ഞാൻ കേട്ടത്. കറക്റ്റ് അറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു വിസിറ്റേഴ്സ് അല്ലേ. സോ അത്രമാത്രമുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളെ ഞങ്ങൾക്കുള്ളൂ. പിന്നീട് ഞങ്ങൾ അവിടെ ഒരു വഴിയരികിൽ ഒരു ചേട്ടൻ സോഡാ സർബത്തും, പിന്നെ അവിടെ പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അവർ ഈ കടലിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, ആ ഒരു ശംഖ് പോലുള്ള സാധനങ്ങളല്ലേ, ശംഖല്ല, ശംഖും ഉണ്ട്, മാത്രമല്ല അവിടെ ഒരു പ്രത്യേകതരം ഒരു ആ ഒരു ടൈപ്പ് ശംഖിൻ്റെ ടൈപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഈ കടയിൽ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനത്തെ ക്രാഫ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട്. അതാണ് കേട്ടോ ഞങ്ങളവിടെ നോക്കുന്നത്, ഈ ക്രാഫ്റ്റ് ആയിട്ടാണ് ബാക്കിൽ. പിന്നെ ഇതിൻ്റെ ഒക്കെ ബാക്കിൽ കടലാണ് കേട്ടോ. നല്ല എന്താ ഒരുപാട് മരങ്ങളുണ്ട്, അതിൻ്റെ ബാക്കിലൊക്കെ കടലാണ്. അവിടെ നിന്ന് നല്ലൊരു സോഡാ സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സോ അവിടുന്ന് സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇതാ എന്താ പിന്നെയും പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞങ്ങൾ യാത്രയിലാണ്. സോ ഞങ്ങളിങ്ങനെ അവിടെ മണൽത്തരികളൊക്കെ ഇങ്ങനെ കണ്ട പ്രത്യേക ഒരു ഒരു വൈറ്റിഷ് കളറാണ് കേട്ടോ. അതായത് നമുക്ക് ശരിക്കും ഒരു കൗതുകമായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ നീലയും പച്ചയും കളറ് കലർന്ന ആ ഒരു സമുദ്രവും അതിൻ്റെ കൂടെ ഈ വൈറ്റ് സാൻഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കൊച്ചു
ഇത് കണ്ടോ, എന്താ ഓലയോട് മെടഞ്ഞ ഒരുപാട് വീടുകളുണ്ട്. അവിടെ ഒന്നും ആരും ഇല്ല ഇപ്പം. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയില്ല. കാരണം ഈ ഒരു ഏരിയയിലെല്ലാം ഏകദേശം എന്താ ആ സുനാമിയിൽ നശിച്ച ഒരു ഏരിയ ആണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് അവശിഷ്ടങ്ങളും കെട്ടിടങ്ങളുടെ പാതിയും ഒരുപാട് എന്താ ഷിപ്പിൻ്റെതോ ബോട്ടിൻ്റെതോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പാതികൾ അവിടെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ വണ്ടിയിലായതുകൊണ്ട് ഇത് ആസ്വദിക്കണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഞാൻ ആണെന്നല്ല ആയിരുന്നു. കാരണം ഇത് വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ ഇത് ആസ്വദിക്കണോ എനിക്ക് പലപ്പോഴും തോന്നിയൊരു ഡൗട്ടാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. പക്ഷേ ഞാൻ അതവിടെ തന്നെ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ വീഡിയോയിൽ ഫോക്കസ് ചെയ്താൽ ഞാൻ ആ സ്ഥലം ആസ്വദിക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക ക്ലിപ്പും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ വഴിയോര കച്ചവടക്കാരില്ലേ, ഇവരൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ ഫിഷാണ്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടതിൽ ഒട്ടുമിക്കതും അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കടകളാണ്. സോ അവരുടെ ജീവിത മാർഗവും അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വരുമ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചത് ഈ ഒരു സ്ഥലത്തുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു. ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റില്ല, അതായത് അവിടുത്തെ ട്രാവലേഴ്സിന് ഫുഡ് കൊടുക്കാൻ, അതായത് നല്ല ഫിഷ് ഇട്ടിട്ടാ ഞങ്ങൾക്ക് ഞങ്ങൾ കഴിച്ച ഫിഷിൻ്റെ പേരെന്താണാവോ, എന്തോ സുറുമിയോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫിഷായിരുന്നു കേട്ടോ. സുറുമി, പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളതാണ് കഴിച്ചത്. സോ അതുപോലെ നല്ല നല്ല വെറൈറ്റി ഐറ്റം ഫിഷൊക്കെ കിട്ടും കേട്ടോ. കടലിൻ്റെ സൈഡായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നല്ല മീൻ കറിയും നല്ല ചോറും നല്ല മുളകിട്ടല്ല നല്ല പുളിയൊക്കെ ഇട്ട മീൻകറിയും ഒക്കെ ആസ്വദിച്ച് കഴിച്ചു. സോ അതൊക്കെ അവിടെ വിടാം. ഞങ്ങൾ ധനുഷ്കോടിയുടെ അറ്റത്തേക്കുള്ള യാത്രയിലാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇത് കാണുമ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വെള്ളത്തിന്, എനിക്ക് ഏറ്റവും കൂടുതൽ യാത്രയിൽ ഇഷ്ടപ്പെട്ടത് ഈ വെള്ളത്തിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ. നമ്മൾ ഈ മാൽഡീവ്സിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അവിടുത്തെ വെള്ളത്തിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കളർ ഇവിടെ നിന്നാണല്ലേ കിട്ടുന്നത്. ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ വെള്ളത്തിന് എന്താ ഈ ഒരു കളറില്ലാത്തത്. ഇവിടെയൊക്കെ ഇപ്പം നിങ്ങൾ ഈ സൈഡിലൊക്കെ കാണുന്നില്ല, ഇതൊക്കെ ആ സുനാമിയിൽ തകർന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഒരു കെട്ടിടവും അവിടെ എന്തൊക്കെയോ മതിൽ പോലത്തൊക്കെ കാണുന്നില്ല, അതൊക്കെ ഇവിടുന്ന് തകർന്ന സ്ഥലമാണ്. ധനുഷ്കോടിയിലേക്കുള്ള ദൂരം 0.1 കിലോമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഞങ്ങൾ ഏകദേശം അടുത്തെത്തിയിട്ടാകുമ്പം ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇതെന്താ സാധനം ശരിക്കും എനിക്കും അറിയില്ല കേട്ടോ. ഞാനും ഇവിടെ എത്തിയിട്ടാകുമ്പോഴാണ് കാണുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് നമ്മൾ എൻഡിലേക്ക് പോവല്ലേ, അപ്പോൾ എൻഡിലേക്ക് പോകുന്നതിനുള്ള സ്റ്റാർട്ടിംഗ് ആണ് ഈ സാധനം എന്നാണ്. സോ എന്താണ് മൂപ്പർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ആവട്ടെ, ആ ഒരു ഭീമാകാരനായ സാധനത്തെയും കടന്നു വെച്ചതാ ഞങ്ങൾ പോവാണ്. പോകുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഞങ്ങൾ ഒരു 2 മണി 2:30 എങ്ങാണ്ടായി കാണും ഇവിടെ എത്തുന്ന സമയത്ത്. ഏകദേശം ആ ഒരു സമയമായി കാണും. അപ്പം നല്ലൊരു വെയിലാണ്. നല്ല വെയിലാണെങ്കിൽ പോലും നല്ല കാറ്റും ഉണ്ടായിന്. സോ ആ ഒരു വെയിൽ നമുക്ക് നല്ല രീതിയിലൊന്നും ഏശിയിട്ടില്ല കേട്ടോ. കാരണം നല്ല കാറ്റ്, ഞങ്ങൾ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ടാണ് പോയത്. അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു. ആ ഒരു 2 മണി 2:30 സമയത്താണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു കാറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ചൂട് വലുതായിട്ട് ഞങ്ങളെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ ഏകദേശം ഒരുപാട് ട്രാവലേഴ്സ് കാണാൻ വേണ്ടി വന്നതാവും. ആ ഒരു സമയത്തൊക്കെ നല്ല അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു സമയത്ത് ഇത്രമാത്രം ആൾക്കാരാണെങ്കിൽ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 4 മണി 5 മണി ആ ഒരു സമയത്ത് കേട്ടോ. 6 മണിയാകുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും പോകണം എന്നാണെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല. ഞങ്ങൾ അതിന് മുമ്പേ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വണ്ടിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം ആൾക്കാരാണ് ഈ ഒരു വ്യൂ കാണാൻ ഇവിടെ എത്തുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എവിടെയോ കിട്ടിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ വണ്ടി ഒതുക്കി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളും കഴിഞ്ഞിട്ടുണ്ട്.
ഐഷുമ്മ ഇതാണ് കേട്ടോ ഐഷുമ്മാൻ്റെ ഔട്ട്ഫിറ്റ്. ഐഷുമ്മ എന്താ അവിടുത്തെ എന്താ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ നമ്മൾ കാസർഗോഡുകാരായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായൊരു സ്ഥലമാണ് ഐത്തല എന്ന് പറയുന്നത്. അവിടെയൊക്കെ അച്ചാന്തുരുത്തി പാലത്തിൽ ഇതുപോലത്തെ കല്ലുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടിട്ട് കാണാം. സോ അത്തരത്തിലുള്ള ഒരു എന്താ ഏരിയയാണിത്. ഒരുപാട് കല്ലുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ആ ഒരു കടലിനെ ആസ്വദിക്കാനും നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഒരുപാട് സമയം അവിടേക്ക് ഇരുന്ന് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാം നമുക്കിങ്ങനെ വീഡിയോയിൽ പകർത്തിയെടുക്കുക എന്നുള്ളത് പോസിബിളായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രകൃതി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. സോ ഒരുപാട് ക്ലിപ്പുകൾ നമുക്കിതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ അശോക സ്തംഭമാണ്. നമുക്കറിയാം ധനുഷ്കുടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അറ്റത്താണ് എന്നുള്ളത്. അതായത് ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീലങ്കയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റൂല. പിന്നെ കാണണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ പ്രേമലു സിനിമയൊക്കെ പോലെ ബൈനോക്കുലറോ അങ്ങനെ എന്തോ ആയിട്ടല്ലേ അവരെടുത്ത് നോക്കുന്നത്. ആര് നമ്മുടെ മമിതാ ബൈജുവേ മമിതാ ബൈജു നെസ്ലിനെ നോക്കുന്നത് പോലെ നമ്മളും വല്ല ബൈനോക്കുലറായിട്ട് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ശ്രീലങ്ക കണ്ടേക്കാം. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ശ്രീലങ്ക കാണോ എന്നുള്ള രീതിയിൽ കാണാൻ വഴിയൊന്നുമില്ല, എന്നെങ്കിലും നമുക്ക് എത്തി നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ എത്തി നോക്കിയിട്ടൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ അവിടെ അശോക സ്തംഭത്തിനടുത്ത് ആ ഒരു ഏരിയയിൽ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബാക്ക് ടു നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വീണ്ടും നമ്മൾ കാറിൽ കയറി യാത്ര ചെയ്തു. ഈ ഒരു ഏരിയ, ഈ ഒരു സ്ഥലം ഐഷുമ്മ ഇരിക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലിൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല കാറ്റാണ്, നല്ലൊരു സുഖമുള്ള ഒരു കാറ്റായിരുന്നു അവിടെ. ആ കാറ്റ് അവരിപ്പോൾ ഫിഷ് നമുക്ക് ലൈവായിട്ട് ഫ്രൈ ചെയ്ത് തരുന്നതുകൊണ്ട് കുറേ സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. സോ ഇരിക്കേണ്ടി വന്നതിൽ വല്ല മുഷിപ്പൊന്നും തോന്നിയില്ല. കാരണം നല്ല കാറ്റും നല്ലൊരു സുഖമുള്ള കാറ്റും. പിന്നെ ഞങ്ങളൊക്കെ കുറേ ഇങ്ങനെ സൊറസൊറൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങളിതാ ബാക്ക് ടു ഹോമല്ല, ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. സോ പോകുന്ന വഴിക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം സാറിൻ്റെ സമാധിയൊക്കെയുള്ളൊരു മന്ദിരമാണ്. ഇവിടെ അദ്ദേഹം അവസാനമായിട്ട് ഉപയോഗിച്ച ഒരുപാട് വസ്ത്രങ്ങളും ഒരുപാട് വസ്ത്രങ്ങളല്ല, അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും പുസ്തകങ്ങളും അവാർഡുകളും ഒക്കെയുള്ള, അതായത് നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. രാമേശ്വരത്താണ്. രാമേശ്വരം അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. സോ ഈ ഒരു മന്ദിരം എന്തായാലും കാണേണ്ടതാണ്. നമുക്ക് തന്നെ തോന്നും നമുക്കൊക്കെ ഒരു അഭിമാനമുള്ളൊരു ഫീലാണ് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയാണ്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ തൊണ്ടയ്ക്ക് പറ്റിയിട്ടുണ്ട്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.